Good morning, students. Welcome to Bosco Campus Vision. This is Asha SP from PG Department of Commerce. So let's welcome into the next session of Income Tax Planning and Management. We are dealing with the next topic, setting up of new business. What are the factors to be considered, or what are the factors or what type of tax planning is to be considered by an SSE while he start up a new industrial undertaking? ഒരു SSE ഒരു പുതിയ ബിസിനസ് അണ്ടർടേക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ 4 കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. The location of the business, the nature of the business, the size of the business and form of business organization. Location എവിടെയാണ് അത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്, the size, ഏത് ടൈപ്പ്, ഐ മീൻ അതൊരു വലിയ ഓർഗനൈസേഷൻ ആണോ, സ്മോൾ ആണോ, മീഡിയം ആണോ, ലാർജ് ഓർഗനൈസേഷൻ ആണോ, then the nature of business, what kind of business organization is that, and form of organization, whether it is sole proprietorship, a company or a partnership firm. So the following are the tax incentives available to a business or newly set up industrial undertaking. അപ്പോൾ ഒരു പുതിയതായിട്ടൊരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ മുമ്പിൽ അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ തെളിയേണ്ട കാര്യങ്ങളാണ് ഒരു പുതിയ ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇൻസെന്റീവ്സ്. The first one is agricultural income is exempted from tax. As we all know that the income from agriculture is exempted from tax. So it is more important to focus on agriculture sector because income earned from agriculture sector is exempted from tax under section 10 subsection 1. That's the first കാര്യം. Second one is newly established business in special economic zone. അതായത് സ്പെഷ്യൽ എക്കണോമിക് സോൺ, സ്പെഷ്യൽ ഇൻസെന്റീവ്സ് ഒക്കെ അവൈൽ ചെയ്യുന്ന ഒരു പ്രത്യേക ഏരിയ അല്ലെങ്കിൽ ഗവൺമെന്റ് പറയുന്ന ഒരു പ്രത്യേക ഏരിയ ആണ് നമ്മൾ സ്പെഷ്യൽ എക്കണോമിക് സോൺസ് എന്ന് വിളിക്കുന്നത്. അവിടെ പുതിയ ബിസിനസ് ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്താൽ 15 കോൺസിക്യൂട്ടീവ് ഇയേഴ്സിൽ അടുപ്പിച്ചുള്ള ആദ്യത്തെ 15 കോൺസിക്യൂട്ടീവ് ഇയേഴ്സിലുള്ള ഇൻകം നമുക്ക് ഡിഡക്ഷൻ കിട്ടും അണ്ടർ സെക്ഷൻ 10AA. Are you clear? സ്പെഷ്യൽ എക്കണോമിക് സോൺസിൽ പുതിയ ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്ത് അതിൽ നിന്നുണ്ടാകുന്ന ഇൻകം അല്ലെങ്കിൽ പ്രോഫിറ്റ് ആദ്യത്തെ 15 വർഷം നമുക്ക് ഡിഡക്ട് ചെയ്യാം. Then infrastructure development project is also deductible income. ഇതിന്റെ എല്ലാം ഇൻകം ആണ് under 1080IA. Infrastructure development projects എന്ന് പറഞ്ഞാൽ buildings, dams, roads or railways. അപ്പോൾ ഇതിന്റെ എല്ലാം ഈ പ്രോജക്റ്റിനെയാണ് നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് പ്രോജക്ട്സ് എന്ന് വിളിക്കുന്നത്. സോ അതിന്റെ ഇൻകം നമുക്ക് ഡിഡക്ട് ചെയ്യാം അണ്ടർ സെക്ഷൻ 1080IA. Then undertakings engaged in the development of special economic zones. Special economic zones ലെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് തുടങ്ങുന്ന ബിസിനസ് ഓർഗനൈസേഷൻസിന്റെ ഈ പ്രോഫിറ്റ് നമ്മൾ ഡിഡക്ട് ചെയ്യാം അണ്ടർ സെക്ഷൻ 80DB. ഇതെല്ലാം ഞാൻ കമ്പനിയുടെ ഡിഡക്ഷൻസിൽ പറഞ്ഞതാണ്. ഇതെല്ലാം കമ്പനിക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ഡിഡക്ഷൻസ് ആണ്. So then industrial undertakings can also be deductible under section 80IB. Industrial undertakings ആയിട്ട് തുടങ്ങുന്ന ഓർഗനൈസേഷനും. Then undertakings in special category state 80IC അനുസരിച്ച് സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ് ഇൻകം ടാക്സ് ആക്ടിൽ പറയുന്ന കുറച്ച് സ്റ്റേറ്റ് ആണ്, ഇന്ത്യയിലുള്ള കുറച്ച് സ്റ്റേറ്റ്സ്. അവിടെ ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിങ്സ് തുടങ്ങിയാൽ 80C അനുസരിച്ച് നമുക്ക് പ്രോഫിറ്റ് ഡിഡക്ട് ചെയ്യാം. Then hotels and convention centers. ആ ഹോട്ടൽ അല്ലെങ്കിൽ കൺവെൻഷൻ സെന്റർ സ്റ്റാർട്ട് ചെയ്താൽ അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് 80ID പ്രകാരം നമുക്ക് ഡിഡക്ട് ചെയ്യാം. Then undertaking in northeastern state. Northeastern stateൽ ബിസിനസ് ഓർഗനൈസ് സ്റ്റാർട്ട് ചെയ്താൽ that means സിക്കിം, ആസാം, ഒറീസ, മേഘാലയ, ത്രിപുര, അങ്ങനെയുള്ള മിസോറാം അങ്ങനെയുള്ള നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിൽ നമ്മൾ ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിങ്സ് തുടങ്ങിയാൽ അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് നമുക്ക് ഡിഡക്ട് ചെയ്യാം. The last one is income from business in collecting of processing of biodegradable waste. അപ്പോൾ biodegradable waste കളക്ട് ചെയ്ത് അതിൽ നിന്നാണ് ഞാൻ ഇൻകം ഏൺ ചെയ്യുന്നതെങ്കിൽ അണ്ടർ സെക്ഷൻ 80JJA അനുസരിച്ച് അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം ആദ്യത്തെ 5 വർഷം കിട്ടുന്ന ഇൻകം നമുക്ക് പുതിയ ഇൻകം നമുക്ക് ഡിഡക്ട് ചെയ്യാം. അപ്പോൾ ഒരു പുതിയ ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഇവിടെ ഫോക്കസ് ചെയ്താൽ നമുക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്ത് ടാക്സ് പ്ലാൻ ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് പുതിയ ബിസിനസ് ഓർഗനൈസേഷൻ തുടങ്ങുമ്പോൾ ടാക്സ് പ്ലാൻ ചെയ്യുന്നത് വെച്ചാൽ the answer is here. അപ്പോൾ നമുക്ക് അവർക്ക് കിട്ടുന്ന ഇൻസെന്റീവ്സിനെ കുറിച്ചും ഡിഡക്ഷനെ കുറിച്ചും എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാം. Okay, so that's all about today's session. This is Asha SP signing off from Bosco Campus Vision.